ഡിയർ സ്റ്റുഡൻസ്, നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്ന ടോപ്പിക്കിൻ്റെ പേരാണ് കേർവ്സ്. കേർവ്സ് എന്ന് പറയുന്നത് നമ്മൾ റെഗുലറായിട്ട് യാത്ര ചെയ്യുന്ന റോഡുകളിലാണെങ്കിലും റെയിൽവേസിലും ഒക്കെ സ്ഥിരമായി കാണുന്ന ഒരു സംവിധാനമാണ് കേർവ്സ്. അതായത് ഒരു ഡയറക്ഷനിൽ നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യാൻ വളരെ സുഗമമായി നമുക്ക് സാധിക്കണമെങ്കിൽ അതിന് കേർവ്സ് ഉണ്ടായേ പറ്റൂ. അപ്പോൾ ഒരു എക്സാമ്പിൾ ഞാനിപ്പോൾ കാണിച്ചു തരാം. അപ്പോൾ നമ്മളിവിടെ നോക്കുക, ഇതൊരു സർക്കുലർ കർവാണ് കാണിക്കുന്നത്, നിങ്ങൾ കാണുന്നത്. ഇതിൽ എ ടി എന്നുള്ളൊരു ഡയറക്ഷനിൽ യാത്ര ചെയ്യുന്ന ഒരാൾ അയാൾക്ക് ഡയറക്ഷൻ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒരു സർക്കുലർ കർവിലൂടെ അയാൾ കടന്നു പോയതിന് ശേഷം പിന്നെ ടി ബി എന്നുള്ള ഡയറക്ഷനിലേക്ക് അയാൾ മാറുന്നു. സോ എ ടി എന്നുള്ള ഡയറക്ഷനിൽ നിന്നും ടി ബി എന്നുള്ള ഡയറക്ഷനിലേക്ക് ആ യാത്രക്കാരന് മാറേണ്ട ഒരു സാഹചര്യം ഉള്ളതിനാൽ അതിന് വേണ്ടിയിട്ട് നമ്മൾ റോഡിൽ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സംവിധാനമാണ് കേർവ്. സോ കേർവ്സ്, പലതരം കേർവ്സ് ഉണ്ട്. നിങ്ങൾക്ക് ഈ അഡ്വാൻസ്ഡ് സർവേയിൽ പഠിക്കാനുള്ള കേർവ്സ് എന്ന് പറയുന്നത് സിമ്പിൾ സർക്കുലർ കർവാണ് പ്രധാനമായിട്ട് പഠിക്കേണ്ടത്. എന്നിരുന്നാലും കേർവ്സ് എത്ര ടൈപ്സ് ഉണ്ടെന്നുള്ളത് സ്ഥിരം പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. പ്രധാനമായിട്ടും 2 തരത്തിലുള്ള കേർവ്സാണ് നമുക്ക് ഉള്ളത്. ഒന്ന് ഹൊറിസോണ്ടൽ കേർവ്, രണ്ടാമതായിട്ട് വേർട്ടിക്കൽ കേർവ്. അങ്ങനെ 2 തരത്തിലുള്ള കേർവ്സാണ്. ബ്രോഡ്ലി കേർവ്സ് ആർ ക്ലാസിഫൈഡ് ഇൻറ്റു 2: ഹൊറിസോണ്ടൽ കേർവ് ആൻഡ് വേർട്ടിക്കൽ കേർവ്. ഇനി ഹൊറിസോണ്ടൽ കേർവ് നിങ്ങൾ ശ്രദ്ധിക്കുക. ഹൊറിസോണ്ടൽ കേർവ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, നമ്മൾ ഇടത്തു നിന്ന് വലത്തേക്ക് ഒരു റോഡിലേക്ക് തിരിയുമ്പോൾ അവിടെ സംഭവിക്കുന്നത് ഒരു ഹൊറിസോണ്ടൽ കർവിലൂടെ ആയിരിക്കും നമ്മൾ പോകുന്നത്. അപ്പോൾ നമ്മൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മൾ കോട്ടയത്തേക്ക് പോകുന്നു, നാട്ടകത്ത് നിന്ന് കോട്ടയത്തേക്ക് പോകുന്നു. അപ്പോൾ ബേക്കർ ജംഗ്ഷനിൽ നിന്നും നമ്മൾ വലത്തേക്ക് തിരിയേണ്ട ഒരു സാഹചര്യമുണ്ടെങ്കിൽ അവിടെ നമ്മൾ വളയുന്ന ആ കർവിനെ വിളിക്കുന്ന പേരാണ് ഹൊറിസോണ്ടൽ കർവ്. നേരെ മറിച്ച് വെർട്ടിക്കൽ കർവ് എന്ന് പറയുന്നത് എപ്പോഴും ഒരു കയറ്റമോ ഒരു ഇറക്കമോ വരുന്ന സാഹചര്യങ്ങളിലാണ് വെർട്ടിക്കൽ കർവ് വരുന്നത്. അതിൻ്റെ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, നമ്മൾ കോടിമത പാലം കയറി ഇറങ്ങുന്നത് ഒരു വെർട്ടിക്കൽ കർവായിട്ട് വേണമെങ്കിൽ അസ്യൂം ചെയ്യാം. Okay, so it can be assumed as a vertical curve. Horizontal curve is when we travel in the horizontal direction. We translate our vehicle, we negotiate the vehicle in the horizontally along a curve. അങ്ങനെ വരുന്ന ഒരു സാഹചര്യത്തിലാണ് ഹൊറിസോണ്ടൽ കർവ് വരുന്നത്. ഇനി ഹൊറിസോണ്ടൽ കർവ് തന്നെ 4 ടൈപ്പ് ഉണ്ട്: സിമ്പിൾ സർക്കുലർ കർവ്, കോമ്പൗണ്ട് കർവ്, റിവേഴ്സ് കർവ് ആൻഡ് ട്രാൻസിഷൻ കർവ്. ഇവിടെ നോക്കുക, നിങ്ങൾക്കിവിടെ കാണാൻ പറ്റുന്ന ഒരു സിമ്പിൾ സർക്കുലർ കർവാണ് ഞാൻ ഓൾറെഡി നിങ്ങൾക്ക് കാണിച്ചു തന്നത്. അതായത് ഒരു ദിശയിൽ നിന്നും മറ്റൊരു ദിശയിലേക്ക് സിമ്പിളായിട്ട് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന ഒരു ഉപാധിയാണ് സർക്കുലർ കർവ്, സിമ്പിൾ സർക്കുലർ കർവ്. ഇനി അടുത്ത നോക്കുക, ഒരു ഡയറക്ഷനിൽ നിന്നും മറ്റൊരു ഡയറക്ഷനിലേക്ക് ഒന്നിലധികം കർവിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിൽ അവിടെയാണ് കോമ്പൗണ്ട് കർവ് വരുന്നത്. ആ കോമ്പൗണ്ട് കർവ് നിങ്ങളിവിടെ കാണാൻ പറ്റും. T1 T2 എന്നുള്ളൊരു കർവും ഉണ്ട്, T2 T3 എന്നുള്ളൊരു കർവും ഉണ്ട്. ഈ T1 T2 എന്നുള്ള കർവ് ഒരു സർക്കിളിൻ്റെ സെൻറ്റർ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ, അതിൻ്റെ ഒരു സെൻറ്റർ നോക്കുകയാണെങ്കിൽ അതിൻ്റെ സെൻറ്റർ പോയിൻ്റ് എന്ന് പറയുന്നത് O1 ആണ്. രണ്ടാമത്തെ കർവ് T2 T3 എന്നുള്ള കർവിൻ്റെ സെൻറ്റർ ആണെങ്കിൽ ആ കർവിൻ്റെ സെൻറ്റർ എന്ന് പറയുന്നത് O2 എന്നുള്ളൊരു സെൻറ്ററാണ് വരുന്നത്. അപ്പോൾ ഇവിടെ there are 2 centers for curve. ഇതൊരു കർവാണ്, ഇതൊരു കർവാണ്. ഓക്കെ, ഇനി ശ്രദ്ധിക്കേണ്ടത് മൂന്നാമത്തെ ടൈപ്പാണ് റിവേഴ്സ് കർവ്. ഇവിടെ നോക്കുക, ഇവിടെ ആദ്യത്തെ കർവ് T1 to T2 മൂവ് ചെയ്യുന്നു, രണ്ടാമത്തെ കർവ് T2 to T3 ആണ് മൂവ് ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുന്നതായിട്ട് നിങ്ങൾക്ക് കാണാം. ഈ T1 T2 മൂവ് ചെയ്യുന്ന സർക്കിളിൻ്റെ സെൻറ്റർ, ആ ആർക്കിൻ്റെ സെൻറ്റർ എന്ന് പറയുന്നത് O1 ആണ്. അത് ഈ കർവിൻ്റെ ഒരു വശത്താണ് കിടക്കുന്നത്.
നേരെ മറിച്ച് T2 T3 എന്നുള്ള കർവിൻ്റെ സെൻറ്റർ ലൈ ചെയ്യുന്നത് എതിർവശത്താണ്, ദാറ്റ് ഈസ് O2. അതായത് നമ്മൾ എയിൽ നിന്നും യാത്ര ചെയ്ത് T1 T2 T3 അത് കഴിഞ്ഞ് ബിയിലേക്ക് എത്തുമ്പോൾ കർവിൻ്റെ ഫസ്റ്റ് കർവിൻ്റെ സെൻറ്റർ ഒരു വശത്തും രണ്ടാമത്തെ കർവിൻ്റെ സെൻറ്റർ മറുവശത്തുമാണെങ്കിൽ വി കോൾ സച്ച് എ കർവ് ആസ് റിവേഴ്സ് കർവ്. ഈ റിവേഴ്സ് കർവ് എങ്ങനെയാണ് കോമ്പൗണ്ട് കർവിൽ നിന്നും വ്യത്യസ്തനാകുന്നതെന്ന് വെച്ചാൽ, കോമ്പൗണ്ട് കർവിൽ നമ്മൾ എയിൽ നിന്നും T1ലേക്ക് എത്തി, T1ൽ നിന്നും T2ലേക്ക് എത്തി, T2ൽ നിന്നും T3യിലെത്തി, അവസാനം ബിയിലെത്തുന്ന നേരം ആദ്യത്തെ കർവായ T1 T2ൻ്റെ ഒറിജിനും T2 T3യുടെ ഒറിജിനും ഈ യാത്രയുടെ ചെയ്യുന്നതിൻ്റെ ഒരു വശത്ത് തന്നെയാണ് കിടക്കുന്നത്. അതായത് O1 ആൻഡ് O2 ഈസ് ലൈയിങ് ഓൺ ദ സെയിം സൈഡ് ഓഫ് ദിസ് ട്രാൻസിറ്റ് ഡയറക്ഷൻ. നമ്മൾ യാത്ര ചെയ്യുന്ന ഡയറക്ഷൻ്റെ ഒരു വശത്ത് തന്നെയാണ്, അല്ലാതെ ഒന്ന് ഒരു വശത്തും മറ്റേത് മറുവശത്തുമല്ല കിടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ദിസ് ഈസ് കോൾഡ് കോമ്പൗണ്ട് കർവ്. ഇഫ് ദി ഒറിജിൻസ് ആർ ലൊക്കേറ്റഡ് ഓൺ ഈതർ സൈഡ് ഓഫ് ദ കർവ് ദെൻ ഇറ്റ് ഈസ് കോൾഡ് റിവേഴ്സ് കർവ്. മനസ്സിലാവുന്നുണ്ടോ? അതുപോലെ ഫൈനൽ ടൈപ്പാണ് ട്രാൻസിഷൻ കർവ്. ട്രാൻസിഷൻ കർവ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ നോക്കുക, A1ൽ നിന്നും നമ്മൾ എയിൽ നിന്നും ബിയിലേക്കുള്ള ഈ യാത്രയിൽ എയിൽ നിന്നും T1ൽ നിന്നും അടുത്തൊരു പോയിൻറ്റ്, ആ പോയിൻറ്റിൽ നിന്നും വീണ്ടും അടുത്തൊരു പോയിൻറ്റ്, അത് കഴിഞ്ഞ് മറ്റൊരു പോയിൻറ്റ് T2 എത്തിയതിന് ശേഷമാണ് നമ്മളിവിടെ ബിയിലേക്ക് യാത്ര ചെയ്യുന്നത്. സോ ഇവിടെ സംഭവിക്കുന്നത് ഈ A1 T1 എന്നുള്ള റീജിയൻ സ്ട്രെയിറ്റാണ്, T2 B എന്നുള്ള പോയിൻറ്റും സ്ട്രെയിറ്റാണ്. ഇതിനിടയ്ക്ക് സർക്കുലർ കർവ് വരുന്നുണ്ട്. ഈ സർക്കുലർ കർവിൻ്റെ ലേക്ക് കയറുന്നതിന് വേണ്ടിയിട്ട് ഒരു ചെറിയ കർവ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ആൻഡ് സിമിലർലി ദർ ഈസ് അനദർ കർവ്, സ്മോൾ കർവ് ഈസ് പ്രൊവൈഡഡ് ഓൺ ദി റൈറ്റ് സൈഡ് ഓൾസോ. അപ്പോൾ ഈ രണ്ട് ഡയറക്ഷനിലും രണ്ട് സൈഡിലും നമ്മൾ വലിയ കർവേച്ചർ ഇല്ലാത്ത, വലിയ വളവില്ലാത്ത, ഗ്രാജുവൽ എൻട്രിയെ പെർമിറ്റ് ചെയ്യുന്ന രണ്ട് കർവ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിനെ വിളിക്കുന്ന പേരാണ് ട്രാൻസിഷൻ കർവ്. ഓക്കെ, സോ ട്രാൻസിഷൻ കർവും സർക്കുലർ കർവും വ്യത്യാസമുണ്ട്. ട്രാൻസിഷൻ കർവിൻ്റെ കർവേച്ചർ വളരെ ചെറുതാണ്, വളരെ ചെറിയ കർവേച്ചറേ അതിനുള്ളൂ. നേരെ മറിച്ച് സർക്കുലർ കർവിന് ഒരു ഫൈനൈറ്റ് കർവേച്ചറുണ്ട്. അപ്പോൾ തീരെ കുറവ് ഈ ട്രാൻസിഷൻ കർവാണ്. അത് കൊടുക്കുന്നതെന്ന് വെച്ചാൽ വളരെ ഈസി ആയിട്ട്, വളരെ ഫ്രീ ആയിട്ട് നമുക്ക് മെയിൻ സ്ട്രെയിറ്റ് ലൈനിൽ നിന്നും ഡയറക്ഷൻ ചേഞ്ച് ചെയ്ത് ഈ സർക്കുലർ കർവിലേക്ക് കയറുന്നതിന് വേണ്ടിയിട്ടാണ് ട്രാൻസിഷൻ കർവ് കൊടുത്തിരിക്കുന്നത്. സോ ഇവിടെ ശ്രദ്ധിക്കുക, ദർ ഇസ് എ സർക്കുലർ കർവ്. ഫസ്റ്റ് ടൈപ്പ് ഈസ് സർക്കുലർ കർവ്. അവിടെയാണെങ്കിൽ ഒരു സിമ്പിൾ സർക്കുലർ കർവ് മാത്രമേ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളൂ. നെക്സ്റ്റ് കംസ് ദി കോമ്പൗണ്ട് കർവ്. കോമ്പൗണ്ട് കർവിൽ ഒന്നിലധികം കർവുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആ ഒന്നിലധികം കർവ് പ്രൊവൈഡ് ചെയ്യുമ്പോൾ ഓരോ കർവിൻ്റെയും ഒറിജിൻ എന്ന് പറയുന്നത് ഒരേ വശത്ത് തന്നെയാണ് കിടക്കുന്നത്. ഇനി തേർഡ് വൺ ഈസ് റിവേഴ്സ് കർവ്. റിവേഴ്സ് കർവിൻ്റെ ഒറിജിൻ എന്ന് പറയുന്നതും ഓരോ വശങ്ങളിലാണ് കിടക്കുന്നത്. ഫസ്റ്റ് കർവിൻ്റെ ഒറിജിൻ ഇടതുവശത്താണെങ്കിൽ രണ്ടാമത്തെ കർവിൻ്റെ ഒറിജിൻ വലതുവശത്താണ് കിടക്കുന്നത്. ഓക്കെ, ഇനി ഫൈനലി കംസ് ദി ട്രാൻസിഷൻ കർവ്. ട്രാൻസിഷൻ കർവിൻ്റെ പ്രത്യേകത, സർക്കുലർ കർവിലേക്കുള്ള എൻട്രി കർവാണ് ട്രാൻസിഷൻ കർവ്. സർക്കുലർ കർവിലേക്ക് ആക്സസ് ചെയ്യണമെങ്കിൽ ഈ ട്രാൻസിഷൻ കർവായ കർവേച്ചർ കുറഞ്ഞ ഒരു ചെറിയ കർവിലൂടെ കടന്നുപോയി വേണം സർക്കുലർ കർവിലേക്ക് കയറേണ്ടത്. സോ ദീസ് ആർ ദ 4 ടൈപ്സ് ഓഫ് കർവ്സ്. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നമുക്ക് അടുത്ത വെർട്ടിക്കൽ കർവിൻ്റെ ടൈപ്പിലേക്ക് പോകാം. ദർ ആർ 2 ടൈപ്സ് ഓഫ് വെർട്ടിക്കൽ കർവ്സ്, സമ്മിറ്റ് കർവ് ആൻഡ് സാഗ് കർവ്. ഓക്കെ, സമ്മിറ്റ് കർവ് ആൻഡ് സാഗ് കർവ്. ഇത് പിക്ചറിൽ കാണുന്ന പോലെ തന്നെ ഞാൻ ഓൾറെഡി പറഞ്ഞു, വെർട്ടിക്കൽ കർവ് എന്ന് പറഞ്ഞാൽ കയറ്റവും ഇറക്കവും ഉള്ള കർവിനെയാണ് വെർട്ടിക്കൽ കർവ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ വണ്ടി ഇവിടെ നിന്ന് കയറി താഴോട്ട് ഇറങ്ങുകയാണെങ്കിൽ ഇറ്റ് ഈസ് എ സമ്മിറ്റ് കർവ്. വണ്ടി താഴോട്ട് ഇറങ്ങിയതിന് ശേഷം മേലേക്ക് കയറുകയാണെങ്കിൽ ഇറ്റ് ഈസ് കോൾഡ് സാഗ് കർവ് ഓർ വാലി കർവ്. അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള 2 ടൈപ്സാണ് ഇവിടെ പഠിക്കുന്നത്. ഇനി നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് സ്ഥിരമായി ചോദിക്കുന്നത് സിമ്പിൾ സർക്കുലർ കർവിനെ കുറിച്ച് മാത്രമാണ്. അപ്പോൾ സിമ്പിൾ സർക്കുലർ കർവിന് ഒത്തിരി പാർട്സ് ഉണ്ട്. ആ പാർട്സിൻ്റെ പേര് കൃത്യമായിട്ട് ഓർത്ത് വയ്ക്കുകയും അത് കണ്ടുപിടിക്കുന്ന മെത്തേഡും ഓർത്ത് വെക്കേണ്ടതാണ്. ഓക്കെ, സോ ഇവിടെ കാണുന്നതാണ് സിമ്പിൾ സർക്കുലർ കർവ്. സിമ്പിൾ സർക്കുലർ കർവ് ഞാൻ പറഞ്ഞ പോലെ, നമ്മൾ ഒരു വശത്തുനിന്ന് വണ്ടി ഓടിച്ച് വരുന്ന ഒരാൾ ആദ്യം ഒരു സ്ട്രെയിറ്റ് ലൈനിലായിരിക്കും യാത്ര ചെയ്ത് വരുന്നത്. അവിടെ നിന്ന് ഡയറക്ഷൻ ചേഞ്ച് ചെയ്താണ് ഈ സർക്കുലർ കർവിലേക്ക് കയറി
പിന്നെ അടുത്തൊരു സ്ട്രെയിറ്റ് ലൈൻ വഴിയായിരിക്കും യാത്ര ചെയ്ത് അയാൾ പോകുന്നത്. അപ്പോൾ അയാൾ യാത്ര ചെയ്ത് വരുന്ന ആ സ്ട്രെയിറ്റിനെ വിളിക്കുന്ന പേരാണ് ബാക്ക് ടാൻജൻറ്റ്. അത് കഴിഞ്ഞിട്ട് ഹി ട്രാവൽസ് ത്രൂ ദി സർക്കുലർ കർവ്, ദെൻ ഹി എൻറ്റേഴ്സ് ദി സ്ട്രെയിറ്റ് ലൈൻ അഗെയിൻ. ആ രണ്ടാമത്തെ സ്ട്രെയിറ്റ് ലൈനെ വിളിക്കുന്ന പേരാണ് ഫോർവേഡ് ടാൻജൻറ്റ്. സോ ദർ ഈസ് ബാക്ക് ടാൻജൻറ്റ് ആൻഡ് ദർ ഈസ് ഫോർവേഡ് ടാൻജൻറ്റ്. ബാക്ക് ടാൻജൻറ്റിലൂടെ യാത്ര ചെയ്ത് വരുന്ന ആൾ കർവിലൂടെ കയറി ഇറങ്ങി ഫോർവേഡ് ടാൻജൻറ്റിലൂടെ ആയിരിക്കും കടന്ന് പോകുന്നത്. ഇനി ഇവിടെ നോക്കുക, ഇതിൽ ഒത്തിരി പോയിൻറ്റ്സ് നമ്മൾ നോട്ട് ചെയ്യേണ്ടതുണ്ട്. ബാക്ക് ടാൻജൻറ്റിൽ നിന്നും കർവിലേക്ക് കയറുന്ന ആ പോയിൻ്റ്, ദിസ് പോയിൻ്റ് T1, ഈ പോയിൻറ്റിനെ വിളിക്കുന്ന പേരാണ് പോയിൻ്റ് ഓഫ് കർവ്. ബാക്ക് ടാൻജൻറ്റിൽ നിന്ന് വണ്ടി ഓടിച്ച് വരുന്ന ആൾ കർവിലേക്ക് കയറുകയാണെങ്കിൽ ആ കർവിൽ കയറുന്ന പോയിൻറ്റിനെ വിളിക്കുന്ന പേരാണ് പോയിൻ്റ് ഓഫ് കർവ്. ഇനി കർവിലൂടെ യാത്ര ചെയ്ത് വരുന്ന ആൾ, കർവിലൂടെ യാത്ര ചെയ്ത് അയാൾ ഫോർവേഡ് ടാൻജൻറ്റിലേക്ക് കയറുമ്പോൾ ആ ഇൻ്റർസെക്റ്റിംഗ് പോയിൻ്റ്, ആ മീറ്റിംഗ് പോയിൻറ്റിനെ വിളിക്കുന്ന പേരാണ് പോയിൻ്റ് ഓഫ് ടാൻജൻസി. ആ പോയിൻ്റാണ് T2 എന്ന് ഇവിടെ മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്. സോ ദർ ഈസ് എ പോയിൻ്റ് ഓഫ് കർവ് T1 ആൻഡ് പോയിൻ്റ് ഓഫ് ടാൻജൻസി T2. ഇനി ഇവിടെ നോക്കുക, ദിസ് ഈസ് എ സർക്കുലർ കർവ്. ഓക്കെ, ദിസ് സർക്കുലർ കർവ് ഹാസ് ആൻ ഒറിജിൻ അറ്റ് O എന്ന പോയിന്റിൽ ഒരു ഒറിജിൻ ഉണ്ട്. ഈ സർക്കുലർ കർവിലെ ഈ രണ്ട് എൻഡ് റേഡിയസും മീറ്റ് ചെയ്യുന്ന ഈ പോയിന്റ്, ദിസ് ഈസ് ദ സെൻറ്റർ ഓഫ് ദി സർക്കുലർ കർവ് ആൻഡ് ദർ ഈസ് സം ആംഗിൾ വിച്ച് ദി റേഡിയൈ മേക്സ് വിത്ത് ദി സെൻറ്റർ. അപ്പോൾ ഈ രണ്ട് എക്സ്ട്രീം റേഡിയൽ ലൈൻസും സെൻറ്ററുമായിട്ട് മേക്ക് ചെയ്യുന്ന ഈ ആംഗിളിനെ വിളിക്കുന്ന പേരാണ് ഡിഫ്ലക്ഷൻ ആംഗിൾ. ഓക്കെ, ഡിഫ്ലക്ഷൻ ആംഗിൾ. ഇതിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന ലെറ്റർ ഡെൽറ്റ. ഈ ട്രയാങ്കിൾ ഷേപ്പിലിരിക്കുന്ന അതാണ് ഡെൽറ്റ. സോ ദിസ് ഈസ് ദി ഡിഫ്ലക്ഷൻ ആംഗിൾ. അപ്പോൾ ഇത് ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ഡിഫ്ലക്ഷൻ ആംഗിൾ കൃത്യമായിട്ട് ഓർത്തിരിക്കണം. അതിൻ്റെ ലെറ്റർ ഡെൽറ്റ വെച്ചാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഇനി അടുത്ത ഒരു കാര്യം നമുക്ക് എളുപ്പത്തിൽ പഠിക്കാൻ പറ്റുന്ന മറ്റൊരു കാര്യമുണ്ട്. ഞാൻ പറഞ്ഞു, ഈ സ്ട്രെയിറ്റ് ലൈനിൽ കൂടെ വന്നതിന് ശേഷം നമ്മൾ കർവിലൂടെ ഇങ്ങനെ കടന്നു പോകുന്നു. അപ്പോൾ നമുക്ക് ഈ കർവിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിലും നമുക്ക് ഈ സ്ട്രെയിറ്റ് ലൈനിനെ വേണമെങ്കിൽ ഇപ്പോൾ ഒരു ഡ്രോയിങ് ഷീറ്റിൽ അതിനെ എക്സ്റ്റെൻഡ് ചെയ്യാം. അതുപോലെ തന്നെ, അതായത് സ്ട്രെയിറ്റ് ലൈൻ എന്ന് പറയുന്നത് ബാക്ക് ടാൻജനെ നമുക്ക് ഈ ഒരു ഡ്രോയിങ് ഷീറ്റിൽ വരയ്ക്കുകയാണെങ്കിൽ അതിനെ പ്രൊഡ്യൂസ് ചെയ്യാം, ഇതുപോലെ എക്സ്റ്റെൻഡ് ചെയ്യാം. അതുപോലെ ഫോർവേഡ് ടാൻജൻറ്റിനെയും പുറകിലേക്ക് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്ത് എക്സ്റ്റെൻഡ് ചെയ്ത് ഒരു പോയിന്റിൽ മീറ്റ് ചെയ്യിക്കാം. ഓക്കെ, ആ മീറ്റ് ചെയ്യുന്ന പോയിന്റിനെ വിളിക്കുന്ന പേരാണ് പോയിൻ്റ് ഓഫ് ഇൻ്റർസെക്ഷൻ. സോ പോയിൻ്റ് ഓഫ് ഇൻ്റർസെക്ഷനാണ് I എന്ന് പറഞ്ഞിവിടെ റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നത്. പോയിൻ്റ് ഓഫ് ഇൻ്റർസെക്ഷനും ഈ പോയിൻ്റ് ഓഫ് ഇൻ്റർസെക്ഷനിൽ ബാക്ക് ടാൻജൻറ്റും ഫോർവേഡ് ടാൻജൻറ്റും ബാക്ക് ട്രേസ് ചെയ്യുമ്പോൾ, ഇൻ്റർപൊളേറ്റ് ചെയ്യുമ്പോൾ മീറ്റ് ചെയ്യും. ആ മീറ്റ് ചെയ്യുന്ന പോയിന്റിലാണ് പോയിൻ്റ് ഓഫ് ഇൻ്റർസെക്ഷൻ എന്ന് പറയുന്നത്. ആ പോയിൻ്റ് ഓഫ് ഇൻ്റർസെക്ഷനിൽ രണ്ട് ആംഗിൾ നമുക്കിവിടെ കാണാം. ദർ ഈസ് ആൻ ആംഗിൾ ബിറ്റ്വീൻ ദി ടാൻജൻറ്റ്, ബാക്ക് ടാൻജൻറ്റും ഫോർവേഡ് ടാൻജൻറ്റും ഇടയ്ക്കുള്ള ഈ ആംഗിൾ ഫൈ എന്ന് പറഞ്ഞ് ഇവിടെ റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് കാണാം. അതുപോലെ ബാക്ക് ടാൻജൻറ്റും ഫോർവേഡ് ടാൻജൻറ്റും ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന ഈ സൈഡിൽ, അതായത് ബാക്ക് ടാൻജൻറ്റിൽ നിന്നും ഫോർവേഡ് ടാൻജൻറ്റിലേക്കുള്ള ഈ ആംഗിളിനെ വീണ്ടും ഡെൽറ്റ എന്ന് റെപ്രസെൻ്റ് ചെയ്തിട്ടുണ്ട്. സോ ഡെൽറ്റ നമ്മൾ ഓൾറെഡി പഠിച്ചു. ദിസ് കംപ്ലീറ്റ് ആംഗിൾ ഈസ് ഡെൽറ്റ, ദാറ്റ് ഈസ് ഡിഫ്ലക്ഷൻ ആംഗിൾ. അങ്ങനെയാണെങ്കിൽ ഈ ആംഗിളും ഡിഫ്ലക്ഷൻ ആംഗിൾ ഡെൽറ്റ തന്നെയാണ്. സോ ഇവിടുത്തെ ആംഗിൾ ഇപ്പം 50 ഡിഗ്രീസ് ആണെങ്കിൽ ഇവിടുത്തെ ആംഗിളും 50 ഡിഗ്രീസ് ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇൻ്റർസെക്ഷൻ ആംഗിൾ കണ്ടുപിടിക്കുമ്പോൾ എങ്ങനെയായിരിക്കും? ഇൻ്റർസെക്ഷൻ ആംഗിൾ എന്ന് പറയുന്നത് ദിസ് എൻറ്റയർ ആംഗിൾ ഈസ് 180 ഡിഗ്രി. ഓക്കെ, ദിസ് കംപ്ലീറ്റ് ആംഗിൾ ഈസ് 180 ഡിഗ്രി ആണെന്ന് നിങ്ങൾക്കറിയാം. അതിൽ ഈ ഡെൽറ്റ നമ്മൾ സബ്ട്രാക്ട് ചെയ്താൽ 180യിൽ നിന്നും ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഇത് 50 ഡിഗ്രി ആണെങ്കിൽ 50 ഡിഗ്രി സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് 130 ഡിഗ്രീസ് ആസ് ദി ഇൻ്റർസെക്ഷൻ ആംഗിൾ. ഓക്കെ, സോ ഒന്നെങ്കിൽ ഇൻ്റർസെക്ഷൻ ആംഗിൾ തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡെൽറ്റ കണ്ടുപിടിക്കാൻ പറ്റും, ഡെൽറ്റ തന്നിട്ടുണ്ടെങ്കിൽ ഇൻ്റർസെക്ഷൻ ആംഗിളും കണ്ടുപിടിക്കാൻ പറ്റും. സോ ഇറ്റ് ഈസ് ആ ഒരു റിലേഷൻഷിപ്പ് എപ്പോഴും ഓർത്ത് ഇരിക്കുക. ഇനി അടുത്തത് ആണ് ലോങ് കോഡ്. ലോങ് കോഡ് എന്ന് പറയുന്നത് ഈ ബാക്ക് ടാൻജൻറ്റ് കർവിൽ മീറ്റ് ചെയ്യുന്ന ഈ പോയിൻ്റ് ഓഫ് കർവേച്ചറും പോയിൻ്റ് ഓഫ് ടാൻജൻസിയും തമ്മിലുള്ള ഈ പോയിൻ്റുകൾ തമ്മിൽ ഞാനൊരു ലൈൻ വെച്ച് ജോയിൻ ചെയ്യുകയാണെങ്കിൽ ദിസ് ലൈൻ ഈസ് നോൺ ആസ് ലോങ് കോഡ്. ആൻഡ് ദിസ് ലൈൻ ലോങ് കോഡ് എന്ന് നമ്മൾ പറയുമ്പോൾ
അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതിൻ്റെ ലെങ്ത് റെപ്രസെൻ്റ് ചെയ്യുന്നത് ക്യാപിറ്റൽ എൽ ഉപയോഗിച്ചാണ് ലോങ് കോഡിൻ്റെ ലെങ്ത് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഓക്കെ, this line is known as long code and its length is represented using the letter L. ഇനി ഇവിടുത്തെ ബാക്ക് ടാൻജൻറ്റിനെ ഞാൻ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, ഫോർവേഡ് ടാൻജൻറ്റിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇത് രണ്ടിനും ഈക്വൽ ലെങ്ത് ആണ്. ഇത് മീറ്റ് ചെയ്യുന്ന പോയിൻറ്റിൻ്റെ പേരെന്താണ്? പോയിൻ്റ് ഓഫ് ഇൻ്റർസെക്ഷൻ. അപ്പോൾ ഈ ലൈനിൻ്റെ ലെങ്ത് ബാക്ക് ടാൻജൻറ്റിനെ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അത് പോയിൻ്റ് ഓഫ് ഇൻ്റർസെക്ഷനിലേക്ക് വന്ന് മീറ്റ് ചെയ്യുന്ന പോയിൻ്റ് ഓഫ് കർവേച്ചറും പോയിൻ്റ് ഓഫ് ഇൻ്റർസെക്ഷനും ഇടയ്ക്കുള്ള ഈ ലൈനിൻ്റെ ലെങ്തിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന ലെറ്റർ ടി. So T is the length of the tangent and L is the length of the long chord. Delta is the deflection angle and phi is the intersection angle. അപ്പോൾ ഇത് ഇത്രയും ഓർത്തിരിക്കുക. ഇത് പരീക്ഷയ്ക്ക് സ്ഥിരം ചോദിക്കുന്നതാണ്. ഈ ഡെഫിനിഷൻ എല്ലാം പഠിക്കണം. അപ്പോൾ ഇതെല്ലാം പറഞ്ഞു തന്നിട്ടുണ്ട്. ഇപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതിനൊക്കെ ഒരു ഫോർമുലയുണ്ട്. ഓക്കെ, ഇവിടെ ഞാനൊരു കാര്യം പറയാൻ വിട്ടുപോയി. അതായത് നമ്മൾ ലോങ് കോഡിനെ ക്യാപിറ്റൽ എൽ കൊണ്ട് റെപ്രസെൻ്റ് ചെയ്യുന്നു. ഓക്കെ, ലോങ് കോഡിനെ ക്യാപിറ്റൽ എൽ എന്നുള്ള ലെറ്റർ ആണ് അതിൻ്റെ ലെങ്ത് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഇനി ദർ ഈസ് സ്മോൾ എൽ റെപ്രസെൻറ്റ്സ് ദി ആർക്ക് ലെങ്ത്. ഓക്കെ, ഈ ആർക്കിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ഉള്ള ലെങ്തിനെയാണ് സ്മോൾ എൽ കൊണ്ട് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ക്യാപിറ്റൽ എൽ റെപ്രസെൻ്റ് ചെയ്യുന്നത് ഈ ഇമാജിനറി ലൈനാണ്. ഈ രണ്ട് പോയിൻറ്റും തമ്മിലുള്ള ഒരു ജോയിൻ ചെയ്യിക്കുമ്പോൾ കിട്ടുന്ന ലോങ് കോഡിൻ്റെ ലെങ്താണ് ക്യാപിറ്റൽ എൽ. ഇഫ് യു ട്രാവൽ അലോങ് ദി കർവ്, ഈ കർവേച്ചറിലൂടെ ഈ കർവിലൂടെ കടന്നു പോകുമ്പോൾ ഉള്ള കർവ് ലെങ്താണ്, ആർക്ക് ലെങ്താണ് സ്മോൾ എൽ കൊണ്ട് റെപ്രസെൻ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതെല്ലാം എങ്ങനെ കണ്ടുപിടിക്കുമെന്നുള്ളത് എൻ്റെ ഫോർമുല ഉണ്ട്. ആ ഫോർമുല ഉപയോഗിച്ച് നമുക്ക് ഈസി ആയിട്ട് ഇതൊക്കെ കാൽക്കുലേറ്റ് ചെയ്യാം. ലെങ്ത് ഓഫ് ദി കർവ് സ്മോൾ എൽ കണ്ടുപിടിക്കുന്ന ഫോർമുലയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. സ്മോൾ എല്ലിൻ്റെ ഫോർമുല എന്ന് പറയുന്നത് പൈ ആർ ഡെൽറ്റ ഡിവൈഡഡ് ബൈ 180. ഓക്കെ, പൈ ആർ ഡെൽറ്റ ഡിവൈഡഡ് ബൈ 180. പൈ എന്ന് പറയുന്നത് 3.14 അല്ലെങ്കിൽ 22/7. ആർ എന്ന് പറയുന്നത് റേഡിയസ് ഓഫ് ദി കർവ്, അത് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടോ. ഡെൽറ്റ എന്ന് പറയുന്നത് ഡിഫ്ലക്ഷൻ ആംഗിളാണ്. ഞാൻ ഓൾറെഡി പറഞ്ഞു ഡിഫ്ലക്ഷൻ ആംഗിൾ എന്താണെന്നുള്ളത് പറഞ്ഞു തന്നിട്ടുണ്ട്. ഡിഫ്ലക്ഷൻ ആംഗിൾ അറിയാമെങ്കിൽ നമുക്ക് ഇൻ്റർസെക്ഷൻ ആംഗിൾ ഫൈ കണ്ടുപിടിക്കാനും പറ്റുമെന്ന് പറഞ്ഞു. ചിലപ്പോൾ ക്വസ്റ്റ്യനിൽ ഫൈ ഇൻ്റർസെക്ഷൻ ആംഗിൾ ആയിരിക്കും തന്നിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഡെൽറ്റ കണ്ടുപിടിക്കാൻ 180ൽ നിന്നും ഫൈ സബ്ട്രാക്റ്റ് ചെയ്യുമ്പോൾ ഡെൽറ്റ കിട്ടുമെന്നും പറഞ്ഞു. അപ്പോൾ ക്വസ്റ്റ്യനിൽ എന്താണ് തന്നിരിക്കുന്നത് അതനുസരിച്ച് നമ്മൾ ഇതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ ഡെൽറ്റ നേരിട്ട് തന്നിട്ടുണ്ടെങ്കിൽ നേരിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഫൈ ആണ് തന്നിട്ടുണ്ടെങ്കിൽ ഡെൽറ്റ കണ്ടുപിടിച്ചതിന് ശേഷം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ലെങ്ത് ഓഫ് കർവ് കണ്ടുപിടിക്കാം. ഇനി ടാൻജൻറ്റ് ലെങ്ത് കണ്ടുപിടിക്കുന്നതിൻ്റെ ഫോർമുലയാണ് r ഇൻറ്റു ടാൻ delta/2. ഓക്കെ, ആർ ടാൻ delta/2. ഡെൽറ്റ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു ഡിഫ്ലക്ഷൻ ആംഗിളാണ്. ഡെൽറ്റയുടെ പകുതി delta/2 കണ്ടുപിടിച്ചിട്ട് അതിൻ്റെ ടാൻ വാല്യൂ കണ്ടുപിടിക്കണം. ഓക്കെ, സോ ഡെൽറ്റ എന്ന് പറയുന്നത് 90 ഡിഗ്രി ആണെങ്കിൽ 90/2 45 ടാൻ 45 ആയിരിക്കും ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. സോ ആർ ഈസ് റേഡിയസ് ഓഫ് ദി കർവ് ആൻഡ് ഡെൽറ്റ ഈസ് ദ ഡിഫ്ലക്ഷൻ ആംഗിൾ. ഇനി ലെങ്ത് ഓഫ് ദി ലോങ് കോഡ് ഞാൻ പറഞ്ഞു. നമുക്ക് ക്യാപിറ്റൽ എൽ എന്ന് പറയുന്ന ലോങ് കോഡിൻ്റെ ലെങ്താണ്. അത് കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ് 2r sin delta/2. ഓക്കെ, അപ്പോൾ ഈ പ്രധാനപ്പെട്ട 3 ഫോർമുലയും ഓർത്തിരിക്കുക. ഇത് അറിയാമെങ്കിൽ മാത്രമേ നമുക്ക് പല കാൽക്കുലേഷൻസും ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഓക്കെ, ഈ 3 ഫോർമുലയും നിർബന്ധമായിട്ട് പഠിച്ചിരിക്കുക. ഇനി അടുത്ത ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് നമുക്ക് ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. ഡെസിഗ്നേഷൻ ഓഫ് എ കർവ്. നമ്മളിപ്പോൾ കണ്ട കർവ് എന്ന് പറയുന്നത് ഇതുപോലിരിക്കുന്ന ഒരു സർക്കുലർ കർവായിരുന്നു. ഓക്കെ, ഈ സർക്കുലർ കർവിൽ അതിൻ്റെ ആർക്ക് ലെങ്തിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന സ്മോൾ ലെറ്റർ എൽ ആണെന്ന് ഞാൻ പറഞ്ഞു. ഇനി അസ്യൂം ചെയ്യേണ്ട ഒരു കാര്യം, ഇഫ് ദി ആർക്ക് ലെങ്ത് ഈസ് 30 meters, അതായത് ഞാനൊരു 30 മീറ്ററിൻ്റെ ടേപ്പ് ഉപയോഗിച്ച് ഒരു സർക്കുലർ കർവ് ഉണ്ടാക്കുകയാണെങ്കിൽ, 30 മീറ്ററിൻ്റെ ടേപ്പ് ഉപയോഗിച്ച് ഒരു സർക്കുലർ കർവ് ഉണ്ടാക്കുകയാണെങ്കിൽ, സർക്കുലർ ആർക്ക് ഉണ്ടാക്കുകയാണെങ്കിൽ അതിൻ്റെ സെൻറ്റർ പോയിൻറ്റിൽ ഉണ്ടാക്കുന്ന ഡിഫ്ലക്ഷൻ ആംഗിൾ, അതിനെ വിളിക്കുന്ന പേരാണ് ഡിഗ്രി ഓഫ് കർവ്. അതായത് നമ്മളൊരു 30 മീറ്ററിൻ്റെ ഒരു ടേപ്പ് ഉപയോഗിച്ച് സർക്കുലർ ആർക്ക് ഉണ്ടാക്കുകയാണെങ്കിൽ
ദി ആർക്ക് മേക്ക് സം ആംഗിൾ വിത്ത് ദി സെൻറ്റർ ആൻഡ് ആ ആംഗിളിനെ നമ്മൾ മുന്നേ പറഞ്ഞു അത് ഡിഫ്ലക്ഷൻ ആംഗിൾ ആണെന്ന് പറഞ്ഞു. ഒരു സർക്കുലർ കർവിൻ്റെ സെൻറ്ററിൽ മേക്ക് ചെയ്യുന്ന ആംഗിൾ ഡിഫ്ലക്ഷൻ ആംഗിൾ ആണെന്ന് പറഞ്ഞു. ബട്ട് ഇഫ് ദി ആർക്ക് ഈസ് 30 മീറ്റർ, ആ ഡിഫ്ലക്ഷൻ ആംഗിളിനെ വിളിക്കുന്ന പേരാണ് ഡിഗ്രി ഓഫ് കർവ്, ക്യാപിറ്റൽ ഡി. സോ ഇഫ് ദി സ്മോൾ എൽ വാല്യൂ ഈസ് ഈക്വൽ ടു 30 meters, then delta value is equal to d. അപ്പോൾ ഇത് ഡി കണ്ടുപിടിക്കാൻ നമുക്കൊരു ഫോർമുലയുണ്ട്. ദിസ് ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് ഫോർമുല. അപ്പോൾ ഇത് നിങ്ങൾ ഓർത്തിരിക്കുക. ഇതും നമ്മൾ ഓർത്തിരിക്കേണ്ട ഫോർമുലയാണ്. ഡി ഈസ് ഈക്വൽ ടു 1718.9 ഡിവൈഡഡ് ബൈ ആർ. അപ്പോൾ 1718.9 ഡിവൈഡഡ് ബൈ ആർ എന്നുള്ള ഫോർമുലയാണ് ഇവിടെ നമ്മൾ ഓർത്തിരിക്കേണ്ടത്. ദാറ്റ് ഈസ് നോൺ ആസ് ഡിഗ്രി ഓഫ് കർവ്. ഈ ഡിഗ്രി ഓഫ് കർവ് എന്ന് പറയുന്നത് വെൻ ദി ലെങ്ത് ഓഫ് ദി ആർക്ക് ഈസ് 30 meters, ദെൻ ദ ഡിഫ്ലക്ഷൻ ആംഗിൾ ഈസ് നോൺ ആസ് ഡിഗ്രി ഓഫ് കർവ്. ഓക്കെ, ഇനി ഡിഗ്രി ഓഫ് കർവിന് ഒരു മീനിങ് ഉണ്ട്. ആ മീനിങ് ഇത്രയേ ഉള്ളൂ. അതായത് ഈ നമ്മൾ ഏതൊരു ആർക്കിൻ്റെയും ഡിഗ്രി ഓഫ് കർവ് കണ്ടുപിടിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഈ ഡിഗ്രി ഓഫ് കർവിൻ്റെ ഫോർമുലയിൽ നമുക്കറിയാം ആറിൻ്റെ വാല്യൂ മാത്രം വെച്ചിട്ടാണ് ഡിഗ്രി ഓഫ് കർവ് കണ്ടുപിടിക്കുന്നത്. വേറെ ഒരു വാല്യൂ ഇല്ല. നമ്മൾ നേരെ മറിച്ച് നമ്മൾ ലെങ്ത് ഓഫ് കർവ് കണ്ടുപിടിക്കുന്നതും ലെങ്ത് ഓഫ് ലോങ് കോഡ് കണ്ടുപിടിക്കുമ്പോഴും ഒക്കെ ഉള്ള ഫോർമുലയിൽ നിങ്ങൾ കണ്ടായിരുന്നു ഡെൽറ്റയും അതിനകത്ത് വരുന്നുണ്ട്. ഇവിടെ ഡെൽറ്റ എന്ന് പറയുന്നത് ആണ് ഇതിനകത്ത് നമ്മൾ വേറെ ഫാക്ടേഴ്സ് ഒന്നും ഇതിനകത്ത് വരുന്നില്ല. അപ്പോൾ ഡിഗ്രി ഓഫ് കർവ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഡയറക്റ്റ്ലി എ ഫങ്ഷൻ ഓഫ് റേഡിയസ് ഓഫ് ദി കർവ്. അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് റേഡിയസ് ഡിനോമിനേറ്ററിലാണ് കിടക്കുന്നത്. ഈ ഡിനോമിനേറ്ററിലെ റേഡിയസ് വാല്യൂ കൂടുകയാണെങ്കിൽ ഡിഗ്രിയുടെ വാല്യൂ കുറവായിരിക്കും. റേഡിയസ് ചെറുതാകുന്നതനുസരിച്ച് ഡിഗ്രിയുടെ വാല്യൂ കൂടും. സോ ഡിഗ്രി ഓഫ് കർവ് ഇൻക്രീസസ് ഇഫ് ദ റേഡിയസ് ഈസ് വെരി വെരി സ്മോൾ. ഓക്കെ, അതിനർത്ഥം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇത്രയേ ഉള്ളൂ. കർവിൻ്റെ വളവ് കൂടുതലാകണമെങ്കിൽ വളവ് ഒത്തിരി കൂടുന്നത് എപ്പോഴും ചെറിയ റേഡിയസ് ഉള്ള കർവുകൾക്കായിരിക്കും. അപ്പോൾ ചെറിയ റേഡിയസ് ഉള്ള കർവ് വരയ്ക്കുമ്പോൾ അതിൻ്റെ വളവ് കൂടുതലാണ്. അപ്പോൾ നമുക്ക് യാത്ര ചെയ്യാനും ബുദ്ധിമുട്ടാണ്. നിങ്ങൾ നോക്കിയാൽ മതി, വലിയ റേഡിയസ് ഉള്ള ഒരു കർവിലൂടെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ, വലിയ ഹൈവേയിലൂടെയൊക്കെ പോകുമ്പോൾ നമുക്ക് റേഡിയസ് വളരെ കൂടുതലാണ്. വലിയ ഹൈവേയിൽ വലിയ റേഡിയസ് ഉള്ള കർവാണ് സെറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ നമുക്ക് യാത്ര ചെയ്യാനും വളരെ കൺവീനിയൻ്റ് ആണ്. നേരെ മറിച്ച് നമ്മൾ മെയിൻ റോഡിൽ കൂടെ പോകുമ്പോൾ ഒരു കുഞ്ഞ് ഇടവഴിയിലേക്ക് പെട്ടെന്ന് വളഞ്ഞു കയറുക എന്ന് പറയുന്നത് വളരെ പാടാണ്. അവിടെ റേഡിയസ് വളരെ വളരെ ചെറുതാണ്. അപ്പോൾ റേഡിയസ് കുഞ്ഞാകുമ്പോൾ ഡിഗ്രി ഓഫ് കർവ് ഈസ് വെരി ഹൈ. സോ ഡിഗ്രി ആക്ച്വലി റെപ്രസെൻറ്റ്സ് ദ ഷാർപ്നെസ് ഓഫ് കർവ്. കർവിൻ്റെ ഷാർപ്നെസ് കൂടുന്നു. ഡിഗ്രി കൂടുന്ന കർവ് എന്ന് പറയുന്നത് യാത്ര സുഖം കുറവായിരിക്കും. ഓക്കെ, അപ്പോൾ ആക്ച്വലി ഡിഗ്രി ഓഫ് കർവ് റെപ്രസെൻറ്റ്സ് ദ ഷാർപ്നെസ് ഓഫ് കർവ്. ആ ഷാർപ്നെസ് എന്ന് പറയുന്നത് കർവ് വലിയ ഷാർപ്പാകുന്ന, അതായത് വളരെ റേഡിയസ് കുറഞ്ഞ കർവാകുമ്പോഴാണ് കർവേച്ചറും വളവും കൂടുതൽ. ആ ഷാർപ്നെസ് എന്ന് പറയുന്നത് വളവ് എത്ര കൂടുതൽ എന്നുള്ളതാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ വളവ് കൂടിയ ഒരു കർവിനാണെങ്കിൽ സ്വാഭാവികമായും യാത്രാ ബുദ്ധിമുട്ട് ഉണ്ടാകും. ഓക്കെ, സോ അതാണ് ഇന്ന് പഠിക്കാനുള്ളത്. താങ്ക് യു. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.